بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد. സിഹറിൻ്റെ ചില ഇനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അതിൽ ഷിർക്കായിട്ടുള്ള കുഫറായി തീരുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ്? നിഹാൽ, ഷിർക്കായി തീരുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ്? ഉണ്ടായിട്ടില്ലേ? പിന്നെ അലിയാഫ, വത്തർഖ്, വത്തിയറ, അതേപോലെ തന്നെ അത്തൻജീം, തയ്യിബ്, അതെല്ലാം ഷിർക്കാണ്. വന്നമീമ, നമീമത്തിന് ഹുക്കം എന്താണ്? ഹറാമുൻ കബീറത്തുൻ മിൻ കബായിരി ദുനൂബ്. തയ്യിബ്. قال رحمه الله باب ما جاء في الكهان ونحوهم. باب ما جاء في الكهان ونحوهم. കുഹാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായം, അതിൻ്റെ ഹുക്ം എന്താണ്, അല്ലെങ്കിൽ കുഹാനുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന ഹദീസുകളോ അല്ലെങ്കിൽ ആയത്തുകൾ, അതിന് തെളിവുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അധ്യായം. എന്താണ് കുഹാൻ എന്ന് പറഞ്ഞാൽ? അൽ കുഹാൻ ഹുമുൽ അറാഫൂൻ വൽ മുനജ്ജിമൂൻ വസ്സഹറ. അൽ കുഹാൻ ഹുമുൽ അറാഫൂൻ വൽ മുനജ്ജിമൂൻ വസ്സഹറ. മൊത്തത്തിൽ അവർക്ക് പറയുന്ന പേരാണ് കുഹാൻ. അറാഫൂൻ, അറാഫ് എന്ന് പറഞ്ഞാൽ അല്ലദീ യദ്ദഇൽ ഗൈബ്, അദൃശ്യ ജ്ഞാനം അവകാശപ്പെടുന്ന ആളുകൾ, ഭാവി പ്രവചിക്കുന്ന ആളുകൾ. അതേപോലെ അൽ മുനജ്ജിമൂൻ, മുനജ്ജിമൂൻ നമ്മൾ പറഞ്ഞു, നക്ഷത്രങ്ങളെ കൊണ്ട് ഭാവി പ്രവചിക്കുന്നവർ. വസ്സഹറ, സാഹിറന്മാർ. അവരെ മൊത്തത്തിൽ പറയുന്ന പേരാണ് അൽ കുഹാൻ. വൽ കുഹാൻ ഇസ്മുൻ ആമുൻ ലിഹൗല അല സഹീഹ്. ഈ വിഭാഗത്തിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് അൽ കുഹാൻ. അൽ കുഹാൻ, കാഹിൻ എന്നതിന്റെ ജമാണ് അൽ കുഹാൻ. قال رحمه الله روى مسلم في صحيحه عن بعض أزواج النبي صلى الله عليه وسلم عن النبي صلى الله عليه وسلم قال من أتى عرافا فسأله عن شيء فصدقه لم تقبل له صلاة 40 يوما. روى مسلم في صحيحه عن بعض أزواج النبي صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഭാര്യമാരിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ, ആരാണോ ഒരു അറാഫിനെ സമീപിക്കുന്നത്, അതായത് ഭാവി പ്രവചിക്കുന്നവനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഇൽമു ഗൈബ് അവകാശപ്പെടുന്ന, അദൃശ്യജ്ഞാനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരുവനെ സമീപിക്കുന്നത് ആരാണോ, ഫസഅലഹു അൻ ഷൈഇൻ, എന്നിട്ട് അവനോട് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അവൻ ചോദിക്കുന്നു, ഫസദ്ദഖഹു, എന്നിട്ട് ആ പറഞ്ഞ കാര്യം അവൻ വിശ്വസിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമൻ, അവനിൽ നിന്ന് 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ അതിലെ ഫസദ്ദഖഹു എന്നുള്ള ഭാഗം ഇല്ല. ഫസദ്ദഖഹു എന്നുള്ളത് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലില്ല, നേരെ മറിച്ച് അതുള്ളത് ഇമാം അഹ്മദിന്റെ മുസ്നദിലാണ്. ഫസദ്ദഖഹു എന്നുള്ള ഭാഗം ഒഴിച്ചാൽ ബാക്കിയുള്ളതാണ് മുസ്ലിമിലുള്ളത്. മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമൻ. പിന്നെ ഇമാം അഹ്മദിന്റെ മുസ്നദിലുള്ളത് എന്താണ്? മൻ അതാ കാഹിനൻ ഔ അറാഫൻ, من أتى كاهنا أو عرافا فسأله عن شيء فصدقه بما يقول لن تقبل، فصدقه بما يقول وقد كفر على بما أنزل على محمد. نعم.
അപ്പം അതാണ് ഇമാം അഹ്മദിന്റെ മുസ്നദിലുള്ളത്. ഇവിടെ ഈ രണ്ട് ഹദീസും കൂടി ഒന്നിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇമാം നജിദി റഹ്മഹുല്ല. പക്ഷെ യഥാർത്ഥത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ ഫസദ്ദഖഹു എന്നുള്ള ലഫ്ള് ഇല്ല. എന്നാൽ ഇമാം അഹ്മദിന്റെ മുസ്നദിലാണ് ആ ലഫ്ള് ഉള്ളത്. ഇപ്പൊ രണ്ടിനും കൂടി ഈ മുസ്ലിമിന്റെ ഹദീസിലേക്ക് നസ്ബ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന ഫായിദ എന്താണ്? ഇത്യാനു സാഹിർ, സാഹിറിനെ സമീപിക്കുക, സാഹിറിന്റെ അടുത്തേക്ക് വരിക എന്നത് ഹറാമാണ്. ഇത്യാനു സാഹിർ ഹറാം. ഇൻ അചാഹു ഫൈൻ സദ്ദഖഹു, അവന്റെ അടുത്ത് വന്ന് അവൻ പറയുന്നത് സത്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി. ഫഖദ് കഫറ. ഇപ്പൊ സാഹിറിനെ സമീപിച്ചാൽ എന്താണ്? അവന് 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഇനി സാഹിർ പറയുന്നത് വിശ്വസിച്ചാൽ അവൻ കാഫിറായി. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദിന് മേലെ ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. മുഹമ്മദിന് മേലെ ഇറക്കപ്പെട്ടത് എന്താണ്? ദീനുൽ ഇസ്ലാം, അൽ ഖുർആൻ വസ്സുന്ന, അതുപോലെ അൽ ഹഖ്, അതിലവൻ അവിശ്വസിച്ചിരിക്കുന്നു, അവൻ കാഫിറായിരിക്കും. ഖാല അഹ്ലുൽ ഇൽം ഫഇത്യാനു സാഹിർ ലിസലാസതി അഗ്റാദ്, 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ 3 ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് സാഹിറന്മാരെ സമീപിക്കുന്നത്. ഉലമാക്കൾ പറഞ്ഞു 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വ്യക്തി ഒരു സാഹിറിനെ സമീപിക്കുന്നത്. ഒന്നാമത്തത് ഇൻ അതാഹു ലിഗറദി നുസ്ഹിഹി ഔ മുജാദലതിഹി ഔ ഇഖാമത്തിൽ ഹുജ്ജ അലൈഹി വമുനാദറതിഹി. അപ്പോൾ സാഹിറിനെ സമീപിക്കുന്നത് ആ സാഹിറിന് നസീഹത്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, സാഹിറിനെതിരെ ഇഖാമത്തുൽ ഹുജ്ജ സ്ഥാപിക്കാൻ വേണ്ടി, തെളിവുകൾ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി, ആ സാഹിറിനോട് വാദിക്കുന്നതിന് വേണ്ടി, ഖുർആനും സുന്നത്തും തെളിവ് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, നസീഹത്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാഹിറിനെ സമീപിക്കുന്നതെങ്കിൽ ഫഹാദ ജായിസുൻ വഖദ് യുസ്തഹബ്, അത് ജായിസാണ്, ചിലപ്പോൾ അത് മുസ്തഹബായി തീരും. അതൊന്നാമത്തത്. രണ്ടാമത്തത് വൈൻ അതാഹു ലിയസ്മഅ ബിദൂനി തസ്ദീഖ് വഹുവ യഅലം അന്നഹു കാദിബ് വമുഫ്തരി അല അല്ലാഹ് لكن يتعجب وتمشي مثلا في الشارع يقول هناك رجل متجمع الناس حوله يدعي علم الغيب أو عنده بعض السحر تذهب إليه لتنظر وتسمع وهذا الذهاب حرام وليس بكفر. അപ്പോൾ സാഹിർ പറയുന്നത് സത്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് സാഹിർ പറയുന്നത് കേൾക്കാൻ. അപ്പം അവനറിയാം സാഹിർ കദ്ദാബാണ്, അള്ളാഹുവിന്റെ മേലെ കളവ് കെട്ടിച്ചമുക്കുന്നവനാണെന്ന് അവനറിയാം. പക്ഷേ അവന് പോകുന്ന വഴിക്ക് ഒരാൾ പറയുന്നത് കേട്ടു, ഒരു സാഹിറുണ്ട്, ജനങ്ങൾ അയാളുടെ ചുറ്റും കൂടുന്നുണ്ട്, അയാളെ ഇൽമുൽ ഗൈബ് അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കാണാനും കേൾക്കാനും വേണ്ടിയിട്ടാണ് ഒരാൾ പോകുന്നതെങ്കിലോ അത് ഹറാം, അത് ഹറാമാണ്. ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്നതാണ്. അതായത് 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. വഹാദ ഹറാമുൻ വഹാദ ദഹാബ് ഹറാമുൻ, ആ പോക്ക് ഹറാമാണ്. വലൈസ ബികുഫർ, الذهاب من دون التصديق لما يقول حرام وليس بكفر. അപ്പോൾ സാഹിർ പറയുന്നത് സത്യപ്പെടുത്താതെ അത് കേൾക്കാൻ വേണ്ടി മാത്രം, അത് കാണാൻ വേണ്ടി മാത്രം, കേൾക്കാൻ വേണ്ടി മാത്രം പോവാന്ന് പറയുന്നത് ഹറാമാണ് എന്ന് മാത്രമല്ല അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. മൂന്നാമത്തത് വൈൻ കാന ദഹാബു ഇലൈഹി ലിയുസദ്ദിഖഹു, ഇനി അവന് പറയുന്നത് സത്യപ്പെടുത്താനാണോ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ഫഹാദ കുഫ്റുൻ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. ഫഹാദ കാഫിർ. ഇപ്പൊ സാഹിറന്മാരെ സമീപിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തത് എന്താണ്? മിൻ ബാബി ദഅവ, മിൻ ബാബി നുസ്ഹ്,
നസിഹത്ത് കൊടുക്കുക, ഇഖാമത്തുൽ ഹുജ്ജ സ്ഥാപിക്കുക, ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണെങ്കിൽ ജായിസാണ്, ചിലപ്പോൾ അത് മുസ്തഹബായി തീരും. രണ്ടാമത്തത് അയാൾ പറയുന്നത് കേൾക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം, അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, കേൾക്കുക എന്നുള്ളത് മാത്രം. നേരെ മറിച്ച് അവനറിയാൻ കദ്ദാബാണ്, അള്ളാഹുവിന്റെ മേലെ കള്ളം കെട്ടിച്ചമുക്കുന്നവനാണ്, പക്ഷേ ആ കേൾക്കുക എന്നുള്ള ഉദ്ദേശത്തോട് പോയി കഴിഞ്ഞാൽ ഹറാമാണ്. അതുപോലെ തന്നെ അവർ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. മൂന്നാമത്തതാണ് കുഫറായിട്ടുള്ളത്. ഖൗലുഹു ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമൻ, 40 ദിവസത്തെ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഹൽ യദുല്ലു അലാ അന്നഹു ലാ യുസല്ലി, എന്ന് വെച്ചാൽ ആ വ്യക്തി 40 ദിവസം നമസ്കരിക്കേണ്ട എന്നാണോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? വഹു യുസല്ലി, അവൻ നമസ്കരിക്കണം, അവൻ നമസ്കാരം അവന്റെ മേലെ വാജിബാണ്. പക്ഷേ അവന്റെ മേലെ എന്ത് തടയപ്പെടും? നമസ്കാരത്തിന്റെ പ്രതിഫലം തടയപ്പെടും. ഫയുഹ്റം അലൈഹി ഫയുഹ്റം മിനൽ ജസാ, യുഹ്റം മിനൽ ജസാഇ വൽ ഉജൂർ, ആ നമസ്കാരത്തിന് പ്രതിഫലം അവന് ലഭിക്കുന്നതല്ല. പക്ഷേ ആ 40 ദിവസവും നമസ്കരിക്കൽ അവന്റെ മേലെ എന്താണ്? വാജിബാണ്. ലാകിൻ അൽ ജസാ വൽ അജ്ർ യുഹ്റം മിൻഹു. അടുത്ത മസാല, ഫഹൽ യുഈദു الصلاة بعد هذه ال40 يوما, ഇങ്ങനെ ഈ 40 ദിവസം കഴിഞ്ഞാൽ ആ 40 ദിവസം നമസ്കരിച്ച നമസ്കാരം വീണ്ടും നമസ്കരിക്കേണ്ടതുണ്ടോ? اتفق العلماء على أنه لا يعيد الصلاة بعد 40 يوما. ഉലമാക്കളുടെ ഇത്തിഫാഖാണ്, ഈ 40 ദിവസം കഴിഞ്ഞാൽ അവനാ നമസ്കാരം വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. باتفاق العلماء اتفق العلماء على أنه لا يعيد الصلاة بعد 40 يوما. طيب. قال رحمه الله: وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: من أتى كاهنا فصدقه بما يقول فقد كفر بما أنزل على محمد صلى الله عليه وعلى آله وسلم. رواه أبو داود. أبو هريرة رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസ്. മസ്മു അബി ഹുറൈറ, അബൂ ഹുറൈറയുടെ പേരെന്താണ്? അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൂസി അൽ യമാനി. അദ്ദേഹത്തിന് എത്ര പേരുകൾ പറയപ്പെടുന്നുണ്ട്? 30ഓളം പേരുകൾ പറയപ്പെടുന്നത്. അതെപ്പോഴാണ് പറയപ്പെടുന്നത്? ഖിലാഫ് ബഅദൽ ഇസ്ലാം, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പേരിന്റെ കാര്യത്തിലാണ്. അമ്മ ഖബലൽ ഇസ്ലാം ബിത്തിഫാഖ്, അദ്ദേഹത്തിന്റെ പേര് ഇസ്ലാമിന് മുമ്പ് എന്താണെന്നുള്ള കാര്യത്തിൽ ഇത്തിഫാഖാണ്. എന്താണ് പേര്? അബ്ദുൽ ഷംസ്. وكان أبو هريرة رضي الله عنه كان ملازما للنبي صلى الله عليه وسلم ملازمة تامة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ എത്ര വർഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അദ്ദേഹം ജീവിച്ചത്? 4 വർഷം. 4 വർഷവും ചില മാസങ്ങളും മാത്രം. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ 3 വർഷമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അതായത് അത്ര മുലാസമ ഷദീദ്, അതായത് അത്ര കണ്ട് ഷദീദായിട്ടുള്ള മുലാസമ, അതായത് ഒന്നിച്ച് ഒരേ സമയം എല്ലാ സന്ദർഭങ്ങളിലും, യാത്രയിലാകട്ടെ യാത്രയിലല്ലാത്ത സമയത്താകട്ടെ, യുദ്ധത്തിന്റെ സമയത്താകട്ടെ, അല്ലെങ്കിൽ ഏതുവരേക്കും ഖദാഉൽ ഹാജ് നിർവഹിക്കാൻ പോകുന്ന സമയത്ത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനത്തിന് വേണ്ടി വെളിമ്പ്രദേശത്തേക്ക് പോകുന്ന സമയത്ത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അനുഗമിച്ചിരുന്ന സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ സമയത്തെല്ലാം റസൂലിന്റെ കൂടെ ആയിരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേൾക്കുകയും ആ ഹദീസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഖൈബർ യുദ്ധത്തിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഖൈബറിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അദ്ദേഹം ചേരുന്നത്. അദ്ദേഹം യമനിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത് മദീനയിലെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, അദ്ദേഹം ഖൈബറിലാണ്. അങ്ങനെ അദ്ദേഹം ഖൈബറിലേക്ക് എത്തുന്നു. ഹിജറ വർഷം 7 സഫർ മാസത്തിലാണത്. ഹിജറ വർഷം 7 സഫർ മാസത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് ഹിജറ വർഷം 11 റബീഉൽ അവ്വലിലാണ്.
അപ്പോൾ 4 വർഷവും ഏതാനും മാസങ്ങളുമാണ് അദ്ദേഹം റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റു സ്വഹാബികളെക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. 5374 ഹദീസുകൾ അദ്ദേഹം ഈ ഒരു കുറഞ്ഞ കാലയളവിൽ റിപ്പോർട്ട് ചെയ്ത് എന്ത് കാരണത്താലാണ് അദ്ദേഹം സാധിച്ചത്? റസൂലുള്ളാഹിയുടെ കൂടെ തന്നെ ആയിരുന്നുകൊണ്ട്. മുലാസമത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുലാസമ താമ, മുലാസമ ശദീദ. അതേപോലെ തന്നെ അദ്ദേഹം ഇൽമിനു വേണ്ടി ഒഴിഞ്ഞിരുന്ന സഹാബിയായിരുന്നു. ഇൽമിനു വേണ്ടി ഒഴിഞ്ഞിരുന്ന സഹാബിയായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹിയുടെ കൂടെ ഏറ്റവും കൂടുതൽ സ്വഹബത്ത്, ഏറ്റവും ആദമായിട്ടുള്ള റസൂലിന്റെ കൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ സുഹബത്ത്, അദ്ദേഹത്തിന്റെ കൂട്ട്. അതേപോലെ തന്നെ സയ്യിദുൽ ബഷർ, അഫ്ദലുന്നാസ് അലൽ ഇത്ലാഖ്, ജനങ്ങളെ വെച്ച് ഏറ്റവും അഫ്ദലായ, അതേപോലെ തന്നെ റസൂലുമാരെ വെച്ച് ഏറ്റവും സയ്യിദായ ആദമായിട്ടുള്ള റസൂലിന്റെ കൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ട്. അപ്പൊ ജനങ്ങൾ പറയാൻ തുടങ്ങി, അക്സറ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ഹദീസുകൾ പറയുന്നുണ്ടെന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി. ഒരുപാട് ഹദീസുകൾ അദ്ദേഹം പറയുമ്പോൾ മറ്റാളുകൾ പറയും അക്സറ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റു സഹാബികളെ പോലെയല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അവരെ പോലെയല്ല, ഒരുപാട് ഹദീസുകൾ പറയുന്നുണ്ട്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വലൗല ആയത്താനി ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ ഈ 2 ആയത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ മാ ഹദ്ദത്തു ഹദീസൻ, ഞാൻ ഒരു ഹദീസ് പോലും പറയുമായിരുന്നില്ല. എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത് ഇലാ ആഖിറിൽ ആയ. അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ബയ്യിനാത്തുകളിൽ നിന്ന് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള ആയത്തുകൾ, അതറിഞ്ഞിട്ടും അതിനെ മറച്ചു വെക്കുന്നവർ എന്ന് തുടങ്ങുന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഇഖ്വാനൽ മുഹാജിരീൻ, എന്റെ മുഹാജിരീങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ, കാന യശ്ഗലുഹും അസ്സഫ്ഖു ബിൽ അസ്വാഖ്, കച്ചവടങ്ങൾ അവരെ അങ്ങാടികളെ തിരക്കിലാക്കിയിരിക്കുന്നു. വഇന്ന ഇഖ്വാനനാ മിനൽ അൻസാർ, അൻസാറുകൾപ്പെട്ട എന്റെ സഹോദരങ്ങൾ, കാന യശ്ഗലുഹും അൽ അമൽ ഫി അംവാലിഹിം, അവരെ അവരുടെ കൃഷിയിടങ്ങളിൽ തിരക്കിലാക്കിയിരിക്കുന്നു. വഇന്ന അബൂ ഹുറൈറ കാന യൽസമു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശബി ബത്നിഹി വയഹ്ദുറു മാ ലാ യഹ്ദുറൂൻ വയഹ്ഫദു മാ ലാ യഹ്ഫദൂൻ. എന്നാൽ അബൂ ഹുറൈറയാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എപ്പോഴും അദ്ദേഹത്തിന് കൂടെ തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ വിശപ്പ് സഹിച്ചും, അദ്ദേഹത്തിന് വയറ് നിറക്കാൻ കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് വയറ് നിറച്ചും, അങ്ങനെ മറ്റുള്ളവർ ഹാജരാകാത്ത മജ്ലിസുകൾ അദ്ദേഹം ഹാജരായിരുന്നു. മറ്റുള്ളവര് ഹിഫ്ലാക്കാത്ത ഹദീസുകൾ അദ്ദേഹം ഹിഫ്ല് ചെയ്തിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സദാസമയവും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് ഈ 4 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം 5374 ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സഹാബിക്കും സാധിക്കാത്ത കാര്യമാണ്. അതിൽ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ് ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ എത്രയാണ്? 326 326 ഹദീസുകൾ. ബുഖാരിയിൽ മാത്രം 93, മുസ്ലിമിൽ മാത്രം 98. അപ്പൊ അതിൽ നമുക്ക് കിട്ടുന്ന ഫായിദ എന്താണ്? അൽ മുജാലസതു ലിഅഹ്ലിൽ ഇൽം, മുജാലസ ലിൽ ഉലമാ, മുജാലസതു ലിഅഹ്ലിൽ ഇൽം മിൻ നിഅമത്തുല്ലാഹി അസ്സ വജൽ അല ശഖ്സ്. അഹ്ലുൽ ഇൽമിനോട് കൂടിയിരിക്കുക, ഉലമാക്കളുടെ അടുത്ത് കൂടിയിരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന മഹത്തായ നിഅമത്തിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന മഹത്തായ നിഅമത്തിൽപ്പെട്ടതാണ് ഉലമാക്കളുടെ അടുത്ത് കൂടിയിരിക്കുക, അവന് ആ നിഅമത്ത് നൽകുക എന്നുള്ളത്. ഫകുല്ലമാ ജാലസൽ ഇൻസാൻ അൽ ഉലമാ, എത്ര കണ്ട ഒരു മനുഷ്യൻ ഉലമാക്കളുടെ അടുത്ത് കൂടിയിരിക്കുന്നുവോ, അവരുടെ കൂടെ തന്നെ ആയിരിക്കുന്നുവോ, കുല്ലമസ്ദാദ ഇൽമൻ, അവന്റെ ഇൽമ് അതിനനുസരിച്ച് വർദ്ധിക്കും. വകുല്ലമസ്ദാദ ബസീറത്തൻ, അവന്റെ ബസീറത്ത് അത് കണ്ട് വർദ്ധിക്കും. വകുല്ലമസ്ദാദ സബാതൻ വസ്തിഖാമത്തൻ, അവന്റെ സബാത്തും ദീനിലുള്ള സബാത്തും അതുപോലെ ഇസ്തിഖാമത്തും ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആ കാര്യവും വർദ്ധിക്കും. വകുല്ലമസ്ദാദ വറഅൻ വഅദബൻ വഅഖ്ലാഖൻ വഖൗഫൻ, അതേപോലെ എത്ര കണ്ടവൻ ഉലമാക്കളുടെ അടുത്ത് ഇരിക്കുന്നുവോ അത്ര കണ്ടവന്റെ വറ, തഖ്വ, അതേപോലെ തന്നെ
അദബ്, മര്യാദകൾ, അഖ്ലാഖ്, നല്ല സ്വഭാവം, അതേപോലെ തന്നെ അള്ളാഹുവിനെ തൊട്ടുള്ള ഭയം, ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഉലമാക്കളുമായി കൊണ്ടുള്ള മുജാലസ അതിനും ഒരുപാട് ഫضലുകളുണ്ട്. അതുപോലെ തന്നെ മഹത്തായ നിഅമത്താണ്. സ്വാലിഹീങ്ങളോടുള്ള മുജാലസത്ത് അത് ഒരുപാട് ഖൈറിനെ കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മസലു ജലീസി സ്വാലിഹ് വമസലു ജലീസി സൗ കഹാമിലിൽ മിസ്ക് വനാഫിഖിൽ കീർ. സ്വാലിഹായ ഒരു മനുഷ്യന്റെ കൂടെ ഇരിക്കുന്നതും ഏതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിട്ടുള്ളത്? ഒരു സുഗന്ധം വിൽക്കുന്ന ആളുടെ അടുത്തിരിക്കുന്നത് പോലെയാണ്. അതേസമയം മോശമായിട്ടുള്ള വ്യക്തിയുടെ കൂടെ ഇരിക്കുന്നവൻ ആലയിൽ ഊതുന്ന ഒരു കൊല്ലന്റെ അടുത്തിരിക്കുന്നത് പോലെയാണ്. അപ്പൊ സ്വാലിഹായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കൂടെ ഇരിക്കുന്നത് ആ വ്യക്തിക്ക് അത്രത്തോളം ഫضലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന, ജനങ്ങളെ വെച്ച് ഏറ്റവും കൂടുതൽ അല്ലാഹു തആല ഭയപ്പെടുന്ന ആളുകളുടെ കൂടെ ഇരുന്നാൽ അത്ര കണ്ട് എത്രമാത്രം ഖൈറാണ് അവന് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരാണ്? ഉലമാക്കളാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു തആല തീർച്ചയായും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അല്ലാഹുവിന്റെ ഉലമാക്കളായിട്ടുള്ള അല്ലാഹുവിന്റെ അടിമകളാണ്. അപ്പൊ അവരോടുള്ള മുജാലസ, അവരോടുള്ള കൂടിയിരുത്തം, അതേപോലെ തന്നെ അവരുടെ കൂടെയുള്ള മുലാസമ ഏത് സന്ദർഭത്തിലും അത് മഹത്തായ ഗനീമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അടിമക്ക് നൽകുന്ന മഹത്തായ ഗനീമത്താണ്. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താണ്? ഇൽമെന്ന് പറയുന്ന ഗനീമത്താണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ അദബുകൾ, അവരുടെ മുആമലാത്ത്, അവരുടെ അഖ്ലാഖ് എല്ലാം ആ പറയുന്ന വ്യക്തിക്ക് അതിൽ നിന്ന് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഉലമാക്കളുടെ കൂടെ ഇരിക്കാൻ ആ കാര്യത്തിൽ ഓരോരുത്തരും നമ്മൾ എന്താണ് ഹിർസ് കാണിക്കേണ്ടതാണ്. ആ കാര്യത്തിൽ സബ്ർ ചെയ്യുക, ആ കാര്യത്തിൽ അങ്ങേയറ്റം ഹിർസ് കാണിക്കുക. എത്ര കണ്ട് ഒരു ത്വാലിബിന്റെ മുലാസമ, ഒരു ത്വാലിബ് ഷെയ്ഖിനോട് മുലാസമത്തായിരിക്കുന്നുവോ അത്ര കണ്ട് ആ ഷെയ്ഖിന്റെ ഇൽമ് അവൻ അറിയുന്നവനായിരിക്കും. ആ ഷെയ്ഖിന്റെ ഇൽമിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തി ആ ത്വാലിബായിരിക്കും. ഏറ്റവും കൂടുതൽ ഷെയ്ഖിന്റെ മുആമലാത്തുകൾ അറിയുന്നത് അല്ലെങ്കിൽ മഅലൂമാത്തുകൾ അറിയുന്നത് അദ്ദേഹത്തിനായിരിക്കും. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഹദീസുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നത് ആ വിദ്യാർത്ഥിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ സലഫുകൾ ചിലർ കാണാൻ സാധിക്കും, അവര് ആലിമ്യങ്ങളെ 20 വർഷത്തോളം മുലാസമത്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 30 വർഷത്തോളം മുലാസമത്ത് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയാണ്? അവരിൽ നിന്ന് ഇൽമ് പഠിച്ചെടുക്കാൻ, അവരുടെ അദബ് മനസ്സിലാക്കാൻ, അവരുടെ അഖ്ലാഖ് അത് ലഭിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ സലഫുകളുടെ ചെടിയിൽപ്പെട്ടതാണ് ഉലമാക്കളെ അഹ്ലുൽ ഇൽമിനോട് മുജാലസത്തായിരിക്കലും അതുപോലെ മുലാസമത്തായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സലഫുകൾ ചിലർ പറയപ്പെട്ടു, പ്രത്യേകിച്ച് 2 സ്വഹാബിമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 സ്വഹാബിമാരിൽ പരസ്പരം തആറുദ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ന സ്വഹാബിയുടെ ഖൗലാണ് സാബിത്ത് അല്ലെങ്കിൽ അസ്ബത്തായിട്ടുള്ളത്, സ്ഥിരപ്പെട്ടത്. കാരണം എന്തിന്റെ പേരിലാണത് പറയുന്നത്? അദ്ദേഹത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലും മുലാസമത്തുള്ളത്. അപ്പൊ മുലാസമത്ത് എന്ന് പറയുന്നത് സബാത്തിനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. ഇപ്പൊ സ്വഹാബത്തിന്റെ കാര്യത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടുതൽ മുലാസമത്തുള്ളതാണോ ആ സ്വഹാബിയുടെ ഖൗലാണ് അവിടെ മുൻതൂക്കം കൊടുക്കുക, മുൻഗണന കൊടുക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നൽകുന്ന ഖബറുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മഖ്റജ്, അതുപോലെ തന്നെ മദ്ഖൽ, ഇതെല്ലാം അറിയുന്നത് അദ്ദേഹത്തിനായിരിക്കും. അപ്പൊ അത് ഹദീസിന്റെ കാര്യങ്ങളൊക്കെ അറിയപ്പെട്ടതാണ്. 2 സ്വഹാബികൾ ഖൗലുകൾ തമ്മിൽ തആറുദ് സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റസൂലിനോട് അടുത്ത, അദ്ദേഹത്തിന് കൂടെ സമയങ്ങൾ ചെലവഴിച്ച സ്വഹാബിക്കാണ്, സ്വഹാബിയുടെ ഹദീസിനാണ് മുൻഗണന കൊടുക്കുക. അത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. ഉലമാക്കളോട് മുലാസമത്തായിരിക്കുക, ആ കാര്യങ്ങളിൽ ആ ഒരു ഫുർസ, ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഫവായിദുകളും തൗജീഹാത്തുകളും നസാഹികളും അവരിൽ നിന്ന് കിട്ടുന്നത് അത് രേഖപ്പെടുത്തി വെക്കുക. അവരുടെ വായിൽ നിന്ന് വരുന്ന നസീഹത്തുകൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അതൊക്കെ സ്വീകരിക്കുക. അതേപോലെ തന്നെ അവരുടെ മുജാലസത്തിന് കിട്ടുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ അദബും അഖ്ലാഖും മുആമലത്തും. അവരുടെ അദബ് എങ്ങനെയാണ്, അവരുടെ അഖ്ലാഖ് എങ്ങനെയാണ്, മര്യാദയും പെരുമാറ്റവും ഇടപാടുകളും ഒക്കെ എങ്ങനെയാണ്. അതേപോലെ തന്നെ അവരിൽ നിന്ന് മുജാലസത്തുമായി നമുക്ക് കിട്ടുന്ന മറ്റൊരു സംഗതിയാണ് അൽ ഹിക്മ ഫി ബാബി ദഅവ. ദഅവത്തിന്റെ ബാബിൽ അവരിൽ നമുക്ക് ഹിക്മത്ത് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദഅവത്ത് ചെയ്യുന്ന ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദഅവത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട സംഗതിയാണ് ഇൽമിന്റെ കൂടെ ഹിക്മത്ത് എന്നുള്ളത്.
അപ്പൊ ആ ഹിക്മത്ത് നമുക്ക് ലഭിക്കുന്നത് ഇതേപോലെ ഈ ദഅവത്തിൽ മുൻകടന്നിട്ടുള്ള നമ്മുടെ ഇമാമികൾ അതുപോലെ തന്നെ നമ്മുടെ ഉലമാക്കളുടെയും ആ ഒരു മുജാലസത്ത് കൊണ്ടും മുലാസമത്ത് കൊണ്ടുമാണ്. അപ്പൊ എങ്ങനെയാണ് തന്റെ ഷെയ്ഖ് ഈ ഒരു ഫിത്ന വന്നു കഴിഞ്ഞാൽ ആ ഫിത്നയിൽ എങ്ങനെയാണ് അദ്ദേഹം ആ ഫിത്നയെ സമീപിക്കുന്നത്, അതിനെങ്ങനെയാണ് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് മുന്നിൽ ചിലപ്പോൾ പർവ്വതങ്ങൾ കണക്കേ വരുന്ന വലിയ വലിയ ഫിത്തുകളായിരിക്കും. പക്ഷെ അവരുടെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവര് വളരെ ഈസി ആയിക്കൊണ്ട് വളരെ നിഷ്പ്രയാസം അതിനെ കൈകാര്യം ചെയ്യും, അതിൽ പരിഹാരം കണ്ടെത്തും. ഇതെല്ലാം ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കും അവരുമായിട്ടുള്ള മുലാസമത്തുമുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് മശായിഖുമാർ ഉലമാക്കൾ അവരുടെ തുല്ലാബുകളോട് പെരുമാറുന്നത്, അതേപോലെ തന്നെ അവരുടെ നാട്ടിലുള്ള ആമികളോട് അവാമുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, സാധാരണക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അതേപോലെ അവരുടെ ശത്രുക്കളോട് അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവരോട് എങ്ങനെയാണ് അവിടെ നിലപാട് സ്വീകരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ആലിമുമായി കൊണ്ടുള്ള മുജാലസത്ത് കൊണ്ടാണ്, മുലാസമത്ത് കൊണ്ടാണ്. നേരെ മറിച്ച് ഒരു ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആലിമിൽ നിന്ന് ഇൽമിയായ ഫായിദ മാത്രം എടുക്കുന്ന ഒരാളായി തീരരുത്. ഇൽമിയായിട്ടുള്ള ഫായിദ എടുക്കുന്ന ഒരാൾ മാത്രമായി തീരരുത്. നഹ്വ് പഠിച്ചു, അല്ലെങ്കിൽ സർഫ് പഠിച്ചു, അഖീദ പഠിച്ചു, തൗഹീദ് പഠിച്ചു, ഫിഖ് പഠിച്ചു, പക്ഷേ ആ ആലിമിൽ നിന്ന് യാതൊരു അദബും അവൻ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു അഖ്ലാഖും അവൻ സ്വീകരിച്ചിട്ടില്ല, ഒരു മുആമലത്തും അവൻ അറിയില്ല എങ്കിൽ അവന്റെ ഇൽമു കൊണ്ട് അവനൊരു ഫായിദ ലഭിക്കുന്നതല്ല. ആ ഇൽമ് അവന് പറഞ്ഞു കൊടുക്കാൻ അവന്റെ മുന്നിൽ തുല്ലാബുകൾ വരുന്നതല്ല. ഇതൊന്നും അറിയില്ല എങ്കിൽ അവൻ എങ്ങനെയാണ് അവന്റെ ഇൽമു കൊണ്ട് മറ്റുള്ളവർക്ക് ഫായിദ കൊടുക്കുക? ഒരാളും തന്നെ അവന്റെ മുന്നിലേക്ക് വരുന്നതല്ല. അതേപോലെ തന്നെ ദഅവത്തിന്റെ ബാബിലാണെങ്കിൽ ജനങ്ങൾ അവനിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയാവും. അപ്പോൾ ഒരു ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം ഇൽമിയായിട്ടുള്ള ഫായിദയിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ഒരാളായി തീരരുത്. നേരെ മറിച്ച് ആ ആലിമിന്റെ അദബും അതുപോലെ തന്നെ അഖ്ലാഖും മുആമലത്തും എല്ലാം അവൻ പഠിച്ചിരിക്കണം. അപ്പൊ ഇതെല്ലാം മുജാലസത്ത് കൊണ്ട് മുലാസമത്ത് കൊണ്ട് ലഭിക്കുന്ന ഫായിദകളാണ്. നേരെ മറിച്ച് നമ്മൾ മശായിഖുമാരുടെ ദർസുകൾ മാത്രം കേൾക്കുന്ന, അല്ലെങ്കിൽ അവരെ കാണുന്നില്ല, അല്ലെങ്കിൽ അവരുടെ റെക്കോർഡായിട്ടുള്ള ഓഡിയോസ് മാത്രം കേൾക്കാൻ സംബന്ധിച്ചിടത്തോളം അവന് ഇൽമു കിട്ടും, സംശയമില്ല. പക്ഷേ ഈ പറയുന്ന ഒരുപാട് ഖൈറുകൾ അവന് കിട്ടുകയില്ല, ഒരുപാട് ഖൈറുകൾ അവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് മുജാലസത്തുൽ ഉലമ, മുലാസമത്തുൽ ഉലമ എന്നുള്ളത് നമ്മൾ വളരെ ഹിർസ് കാണിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ, അവർ ചെയ്തിട്ടുള്ള അവർക്കുള്ള എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ദഅവത്തിന്റെ കാര്യത്തിലൊക്കെ അവർക്കുള്ള അനുഭവങ്ങളും, അതേപോലെ തന്നെ അവരുടെ നല്ല നല്ല സംഭവങ്ങൾ, കഥകൾ, അവരുടെ ദഅവത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത്, അവരെ എതിരാളികളുമായി കൊണ്ട് അവരെങ്ങനെയാണ് ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്, അതേപോലെ തന്നെ പ്രശ്നക്കാരായിട്ടുള്ള തുല്ലാബുകൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അവരെ ഉപദ്രവിക്കുന്നവരോട് അവരെ ഏത് നിലക്കാണ് പെരുമാറിയത്, ഇങ്ങനെയുള്ള ഒരുപാട് ഫായിദകൾ ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദഅവത്തിൽ ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുജാലസത്ത് കിട്ടുകയാണെങ്കിൽ അതൊക്കെ അങ്ങേറ്റ ഹിർസോടുകൂടി ഉപയോഗപ്പെടുത്തുക. കാരണം ഒരു ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം ഇന്നവൻ ത്വാലിബാണ്, നാളെ ദാഇയായി തീരേണ്ടവനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് ക്ഷണിക്കേണ്ടവനാണ്, അല്ലെങ്കിൽ ഒരു ഖതീബാകേണ്ടവനാണ്, ഖുത്ബ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഷെയ്ഖ് ആകേണ്ട ആളാണ്. അപ്പൊ ഇന്ന് നീ പഠിക്കുന്ന ആളാണ്, നാളെ പഠിപ്പിക്കേണ്ട ആളാണ്. ഇന്ന് നീ കേൾക്കുന്ന ആളാണ്, നാളെ കേൾപ്പിക്കേണ്ട ആളാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക? എങ്ങനെയാണ് തന്റെ മശായിഖുമാർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? അവരുടെ രീതികൾ എങ്ങനെയായിരുന്നു? അവരുടെ ഇടപാടുകൾ, മുആമലത്തുകളൊക്കെ എങ്ങനെയായിരുന്നു? അവരുടെ ഉസ്ലൂബ് എങ്ങനെയാണ്? ഇൽമു പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഏത് രീതിയിലാണ് അവർ ഇൽമു പഠിപ്പിച്ചിരുന്നത്? അതിന് സ്വീകരിച്ച ശൈലികൾ എന്താണ്? അപ്പൊ അതിലേറ്റവും വിജയിക്കുന്ന, അതുപോലെ തന്നെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വഴികൾ ഏതാണ് എന്ന് തന്റെ മശായിഖുമാരിൽ നിന്ന് അവന് മുജാലസത്ത് കൊണ്ട് മുലാസമത്ത് കൊണ്ട് അവൻ മനസ്സിലാക്കും. അതേപോലെ തന്നെ ത്വരീഖു സുആൽ വൽ ജവാബ്, ചോദ്യ ഉത്തരങ്ങൾ, ആ രീതിയിൽ ഇൽമു പഠിപ്പിക്കുക. അത് ഏറ്റവും ഫായിദയുള്ള, ഏറ്റവും ത്വയ്യിബായിട്ടുള്ള, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ത്വരീഖത്താണ്. എന്ന് മാത്രമല്ല അത് ത്വരീഖത്തുൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വരീഖത്താണ്, ചോദ്യോത്തര രൂപത്തിൽ ഇൽമു പഠിപ്പിക്കുക എന്നുള്ളത്. ഒരുപാട് ഹദീസുകൾ ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹദീസ് ജിബ്രീൽ, അതുപോലെ തന്നെ ഹദീസുൻ നഖ്ല, ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും എന്നിട്ട് സ്വഹാബത്തിനെ കൊണ്ട് അതിന് ഉത്തരം പറയുകയും, ഇനി ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രീതി.
അപ്പൊ ആ രീതിയൊക്കെ നമുക്ക് നമ്മുടെ മശായിഖ്മാരിൽ നിന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളായിട്ടുള്ള ഇന്ന് യമനിലുള്ള മശായിഖ്മാർ, ഷെയ്ഖ് അബു ബിലാൽ ഹഫിദഹുല്ല, അതുപോലെ തന്നെ ഷെയ്ഖ് അലി അൽ ഹജ്ജാജി ഹഫിദഹുല്ല, അവരൊക്കെ ഈ രീതി സ്വീകരിക്കുന്ന നമുക്ക് കണ്ടിട്ടുണ്ട്. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല അദ്ദേഹത്തിൽ നിന്ന് ഈ രീതി സ്വീകരിക്കുകയും അത് വളരെ നാജിഹായ അതുപോലെ തന്നെ നാഫിയായിട്ടുള്ള പഠിപ്പിക്കലിലെ ഉസ്ലൂബായിക്കൊണ്ട് മാറിയത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തുല്ലാബുകൾ ഈ രീതിയിലൂടെ ഫായിദ എടുത്തിട്ടുണ്ട്. ഈ രീതിയിലൂടെ അവർ ഇൽമ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓരോ വ്യക്തികളോട് ചോദിക്കുക, അതേപോലെ തന്നെ ചില പ്രത്യേകമായിട്ടുള്ള ആളുകളോട് ചോദിക്കുക. ഇപ്പൊ ഷെയ്ഖ് അബൂ ബിലാലൊക്കെ ഈ ചുമര് ചാരിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വിളിച്ചു ചോദിക്കും, യാ അസ്ഹാബൽ ജിദാർ, യാ അസ്ഹാബൽ ജിദാർ, ചുമര് ചാരിയിരിക്കുന്ന ആളുകളോട് ചോദിക്കും. അതേപോലെ തന്നെ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, ഷെയ്ഖ് അലി അൽ ഹജ്ജാജി ഫളല്ല പറയുന്നു, ദമ്മാജില് ഷെയ്ഖിന്റെ ഈ ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുക. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ, കസേര നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കൂല. അപ്പോ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഷെയ്ഖ് വളരെ വളരെ കൂടുതൽ ചോദ്യം ചോദിക്കും. ഓരോ വ്യക്തികളെ പേരെടുത്തുകൊണ്ട് ചോദിക്കും. അതേപോലെ തന്നെ അവരുടെ ദഫ്തർ ചോദിക്കും, കിതാബ് ചോദിക്കും, കലം ചോദിക്കും, പേന എവിടെ, നോട്ട് ബുക്ക് എവിടെ, അല്ലെ കിതാബ് എവിടെ. എന്നിട്ട് ഷെയ്ഖ് ഒരു പ്രാവശ്യം ഇതേപോലെ കസേരയിൽ കയറിയിരിക്കും. കസേരയിൽ കയറി നിന്നിട്ട് ചോദിക്കും. പല ആൾക്കാരും എന്താണ്, തൂണിന്റെ ഇടയിൽ മറിഞ്ഞിരിക്കും, അല്ലെങ്കിൽ വേറൊരാളുടെ പുറകിൽ മറിഞ്ഞിരിക്കും. അപ്പൊ ഷെയ്ഖ് കസേരയിൽ കയറും. എന്നിട്ടും ഷെയ്ഖ് കണ്ണട വെച്ച് നോക്കിയിട്ട് കാണില്ല, ചില ആൾക്കാരൊന്നും കാണൂല. അങ്ങനെയാണ് ഈ ഷെയ്ഖ് എന്ത് ചെയ്യും, കുർസിന്ന് താഴെ ഇറങ്ങും. താഴെ ഇറങ്ങിയിട്ട് നടക്കും. അപ്പൊ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, തലതാത്തിരിക്കും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തവാദുവാണ് ചിലർക്ക്. ചോദ്യത്തിന് സമയത്ത് പ്രത്യേക വിനയാണ്, കാരണം തല പൊക്കൂല, എല്ലാവരും തവാദുവിലാണ്. അപ്പൊ ഇതേപോലെ ഷെയ്ഖിന്റെ ഈ ഷെയ്ഖ് പുറത്തിറങ്ങിയ സമയത്ത്, കസേരന്ന് പുറത്തിറങ്ങിയ സമയത്ത് എല്ലാവരും തല താഴ്ത്തിയിരിക്കുകയാണ്. അപ്പൊ തല താഴ്ത്തിയിരിക്കുന്ന സമയത്ത് ഓരോരുത്തരും ദുആ ചെയ്യുന്നത് ഷെയ്ഖ് അലി അൽ ഹജ്ജാജി പറയാണ്. അദ്ദേഹം ഷെയ്ഖിന്റെ കീഴിൽ പഠിച്ച ഷെയ്ഖാണ്. അദ്ദേഹം പറയാണ്, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. അങ്ങനെയാണ് ഓരോരുത്തരും ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. അതായത് മഴ അധികമായി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുന്ന ദുആയാണ്. അത് നമ്മുടെ ചുറ്റുപാടത്തൊന്നും വരല്ലേ ഷെയ്ഖ്, കുറച്ചപ്പുറത്തേക്ക് മാറിപ്പോട്ടെ. അങ്ങനെ ഷെയ്ഖ് അടുത്ത് വന്ന് പിന്നെ ത്വാലിബിന്റെ തലയിൽ കൈവച്ചിട്ട് ചോദിക്കും. എന്നിട്ട് പറയും, അൻത യാ ബുനൈ, യാ അഖി എന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിക്കും ഷെയ്ഖ്. അപ്പൊ അങ്ങനെയുള്ള ഉസ്ലൂബുകൾ നമ്മുടെ മശായിഖ്മാർ സ്വീകരിച്ചിരുന്നു. അതൊക്കെ വളരെ നാഫിയായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഉസ്ലൂബായിട്ടാണ് നമ്മൾ മശായിഖ്മാരെ കണ്ടിട്ടുള്ളത്. ധാരാളം ആ രീതിയിൽ നമ്മൾ മശായിഖ്മാരെ കണ്ടിട്ട്, ഷെയ്ഖ് അബൂ ബിലാൽ ആകട്ടെ, അതേപോലെ മറ്റു മശായിഖ്മാരാകട്ടെ, അവർ തദ്രീസിൽ ഇതുപോലെയുള്ള ഉസ്ലൂബ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? മുലാസമത്തുൽ ഉലമ, ഉലമാക്കളോടുള്ള മുലാസമത്ത് കൊണ്ടും അവരോട് കൂടിയിരിക്കുന്നത് കൊണ്ടും. ഇൽമ് മാത്രമല്ല, ഫായിദ എന്ന് പറയുന്നത് ഇൽമു കൊണ്ട് മാത്രമല്ല, നേരെ മറിച്ച് അവരുടെ തദ്രീസിന്റെ രീതികൾ, പഠിപ്പിക്കുന്ന രീതി, അവരുടെ അദബ്, തുലാബുകളോട് അവരെ എങ്ങനെയാണ്, എന്ത് തരത്തിലുള്ള അദബോടാണ് പെരുമാറുന്നത്. അതേസമയം തന്നെ മശായിഖ്മാർ ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. വളരെ കഠിനമായിട്ട് തുലാബുകളോട് ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് ആകട്ടെ, മറ്റു മശായിഖ്മാരാകട്ടെ. പക്ഷെ അതൊക്കെ എന്താണ്, ഈ നസീഹത്തിന്റെ ബാബിൽപ്പെട്ടതാണ്, ഈ തദ്രീസിന്റെ ബാബിൽപ്പെട്ടതാണ്. ചിലപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടാലേ ചില തുലാബുകൾ പഠിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരോട് ദേഷ്യപ്പെടേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള പല ഉസ്ലൂബുകളും നമുക്ക് അവരോടുള്ള കൂടിയിരുത്തം കൊണ്ടാണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ഹദീസുകൾ ഹിഫ്ള് ചെയ്യിപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് നിർത്തിക്കൊണ്ടാണ് പറയിപ്പിക്കുക. ഹദീസ് കേൾപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ഹദീസ് പറയാ. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല അദ്ദേഹം അങ്ങനെ ആയിരുന്നു. അതേപോലെ നമ്മുടെ മശായിഖ്മാരെല്ലാം, ഷെയ്ഖ് അബൂ ബിലാൽ ആകട്ടെ, നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് ഷെയ്ഖിന് മുമ്പിൽ ചെയ്തിട്ടുള്ളത്. ബുലൂഗുൽ മറാമിൽ മറ്റ് ഹദീസുകൾ ഹിഫ്ള് ചെയ്യുമ്പോൾ അത് കേൾപ്പിക്കുന്നത് ഈ രീതിയിലാണ്. മറ്റ് പിന്നെ സഹീഹ് ബുഖാരി ആകട്ടെ. അപ്പൊ അതൊക്കെ ഈ പറയുന്ന തദ്രീസിന്റെ ഉസ്ലൂബിൽപ്പെട്ടതാണ്. നേരെ മറിച്ച് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല പറയുമായിരുന്നു, ഒരു വ്യക്തിയും ഒരു താലിബും എന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള കാര്യമല്ല. നേരെ മറിച്ച് എന്തിനു വേണ്ടിയാണ്? അതിൽ മസ്ലഹത്തുണ്ട്, തുല്ലാബുകൾക്ക് അതിൽ മസ്ലഹത്തുണ്ട്. ഇന്ന് ഒരു ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഖ്വാനുകൾക്ക് മുന്നിൽ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ അവന് സാധിക്കില്ലെങ്കിൽ നാളെ ജനങ്ങളെ മുന്നിൽ അവൻ എഴുന്നേറ്റ് നിന്ന് എങ്ങനെ സംസാരിക്കുക? അതിന് സാധിക്കൂല. അപ്പൊ അതിനുള്ളൊരു പരിശീലനമാണ്
മശായിഖ്മാർ അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ സ്വന്തം സഹോദരങ്ങൾക്ക് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹദീസുകൾ പറയാം, ദീന് പറയാം, ഹക്ക് പറയാം, അതിനുള്ള ഒരു ധൈര്യം അവന് കിട്ടും. അപ്പൊ ആദ്യത്തെ ദിവസം പല ആൾക്കാരും എഴുന്നേൽക്കൂല. ചില ആൾക്കാരൊക്കെ മശായിഖ്മാരെ അടുത്ത് വന്നിട്ട് പറയും, പിന്നെ എന്നോട് എഴുന്നേൽക്കാൻ പറയരുത്, അല്ലെങ്കിൽ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തരുത്, അല്ലെങ്കിൽ എന്നോട് ഹദീസ് ചോദിക്കരുത്. ഇങ്ങനൊക്കെ പുറത്ത് വെച്ചിട്ട് ഇത്തിഫാഖായിട്ടാണ് ഒരു ദർശനം കയറുക. ഇപ്പൊ ചില മശായിഖ്മാര് ലാബസ് കുഴപ്പമില്ല, അയാൾക്കിൽ ഏറ്റവും കുറഞ്ഞത് ദർസിൽ പങ്കെടുത്താൽ മതി, ഹാജരാൻ മതി എന്നുള്ള ആൾക്ക് പറയും. പിന്നെ ബാക്കിയുള്ള തുല്ലാബുകൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിന്നിട്ട് മൂപ്പരെ ഇരിക്കുന്നതിന്റെ അടുത്തും വലത്തുള്ള തുല്ലാബുകളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഹദീസുകൾ ഇഫ്ലാക്കി പറയും. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ ആൾക്കെന്താവും? ആൾക്ക് എനിക്ക് ഇഫ്ല് കേൾപ്പിക്കണം എന്നുള്ളൊരു ഉഷാർ അയാൾക്ക് കിട്ടും. പിന്നെ 3-ാമത്തെ 4-ാമത്തെ ദിവസം അയാൾ എഴുന്നേറ്റ് ഹിഫ്ല് കേൾപ്പിക്കാൻ തുടങ്ങും. അപ്പം ഇങ്ങനെയുള്ള ഉസ്ലൂബുകളൊക്കെ നമ്മുടെ മശായിഖ്മാർ നമ്മൾ കാണി അതുപോലെ തന്നെ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എഴുന്നേറ്റ് നിന്ന് പിന്നെ എന്താ പറയുക, ഹദീസുകൾ കേൾപ്പിക്കുക, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ എഴുന്നേറ്റ് നിന്നിട്ട് ഉത്തരം പറയാം, അതിലൊക്കെ ഈ പറയുന്ന ദഅവത്തിലേക്കുള്ള മസ്ലഹത്താണ്. ആ വിദ്യാർത്ഥിക്ക് ത്വാലിബിനുള്ള നസീഹത്താണത്. അപ്പൊ നാളെ അവൻ ജനങ്ങൾക്ക് മുന്നിൽ പോയി നിന്നിട്ട് ഈ ഹക്ക് പറയേണ്ട ആളാണ്. അപ്പൊ അതിന് അവന് ധൈര്യമില്ല, അല്ലെങ്കിൽ കൈ വറക്കുന്ന ആളാണ്, കാൽമുട്ട് വറക്കുന്ന ആളാണ്. തുടക്കത്തിലെല്ലാം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു മിമ്പർ കയറി കഴിഞ്ഞാൽ തുടക്കത്തിൽ കൈയോ കാലും വറക്കാത്ത ആരുമില്ല. പിന്നെ അതങ്ങനെ പ്രാക്ടീസ് ആവും, ശീലിച്ച് പിന്നെ അവസാനം അവനെന്താണ്, ആ പേടി, ആ ഭയം പോയിപ്പോ. അതേപോലെ തന്നെ കെലിമ പറയുന്ന സമയത്ത്, മുഹാദറ പറയുന്ന സമയത്ത് ഒരു വടി പിടിച്ചിട്ട് നിന്ന് പറയാം, അതിലാണ് കൂവത്ത്. ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോഴാണ് ദഅവത്തിൽ നാളെ ദായിയായിട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുക. മഅറൂഫ് കൽപ്പിക്കാനും അതുപോലെ തന്നെ മുൻകർ വിരോധിക്കാനും അവനാ ധൈര്യം കിട്ടും, ജനങ്ങൾക്ക് മുന്നിൽ നിന്നിട്ട് ഹക്ക് പറയുന്ന കാര്യത്തിൽ. അപ്പൊ ആ കാര്യത്തിൽ ശബ്ദം ഉയർത്തണം. ഇൽമിന്റെ കാര്യത്തിൽ തറഫഉ അസ്വാതകും ബിൽ ഇൽമു കൊണ്ട് നിങ്ങൾ ശബ്ദം ഉയർത്തുക. പല ആൾക്കാർ പല സംസാരങ്ങൾ എത്ര ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്, പല തമാശകൾ പറയുന്ന ഉച്ചത്തിലാണ്. പക്ഷെ ഇൽമിനെ പറ്റി വല്ല ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ശബ്ദമില്ല, കേൾക്കൂല. അതാണ് ഇൽമു കൊണ്ട് നമ്മൾ ശബ്ദം ഉയർത്തണം. ഇൽമു കൊണ്ടാണ് ശബ്ദം ഉയർത്തേണ്ടത്. ഇത്തരത്തിലുള്ള ത്വരീഖത്തൊക്കെ ആ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള മസ്ലഹത്താണ്. നാളെ അവനൊരു ദായിയായി തീരുമ്പോ, നാളെ കുറെ തുല്ലാബുകൾക്ക് അവൻ തദ്രീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഒക്കെ അവനുള്ള ഒരു മസ്ലഹത്തായിക്കൊണ്ടെന്ന് മാറും, ഗുണമായിക്കൊണ്ട് മാറും. ഇപ്പൊ ഷെയ്ഖ് മുഖ്ബിർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഈ കാര്യത്തിൽ ഒരുപാട് തദ്രീസിൽ ഇങ്ങനത്തെ ഉസ്ലൂബുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് അതേ ഉസ്ലൂബായിട്ട് വരുന്ന മശായിഖ്മാർ ഇഷ്ടംപോലുണ്ട്. അതിൽപ്പെട്ട പിന്നെ ഷെയ്ഖാന അല്ലാമത്തുൽ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹം ഇതുപോലത്തെ ഉസ്ലൂബുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തദ്രീസിലും പറ്റും. ഇന്ന് നമ്മുടെ മശായിഖ്മാരൊക്കെ സ്വീകരിച്ചു വരുന്ന ആ ഒരു ഉസ്ലൂബ്, ആ ഒരു രീതി, ആ ഒരു ശൈലി അതാണ്. അപ്പൊ നേരെ മറിച്ച് എഴുന്നേറ്റ് ഉത്തരം പറയാന്നുള്ളത് ഒരാളും തന്റെ മശായിഖിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മശായിഖിനും ഒരു ഷെയ്ഖിനും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല തന്റെ ത്വാലിബ് എഴുന്നേറ്റ്. പക്ഷെ ഈ പറയുന്ന ഒരു ഫായിദ, ഈ പറയുന്ന ഒരു മസ്ലഹ അതിനുള്ളിൽ പിന്നിലുള്ളത് കൊണ്ടാണ്. ഫസ്തബദഅ മിൻ ഹുസ്നി അഖ്ലാഖി, അവരുടെ അഖ്ലാഖും എല്ലാം അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഫായിദകളുണ്ട്. അപ്പൊ അവരുമായിട്ടുള്ള മുലാസമ, യാത്രയിലാകട്ടെ അല്ലാത്ത സമയങ്ങളിലാകട്ടെ അവരുമായിട്ട് കൂടിയിരിക്കുക, അവരുടെ കൂടെ തന്നെ ആയിരിക്കുക. അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പുറകിലാകാൻ പാടില്ല. അവിടെ നമ്മൾ നിർത്തി. طيب وعن أبي هريرة رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال من أتى كاهنا فصدقه بما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم رواه അബൂ ദാവൂദ്. ആരാണ് ഒരു കാഹിനെ സമീപിച്ചത്, ഭാവി പറയുന്നവരെ സമീപിച്ചത്, ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറയുന്നത് അവൻ വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദിന്റെ മേലെ ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല വലിൽ അർബഅതി طيب
قال إن لم يكن معتقد فهو كفر دون كفر قاله قرطبي وابن عثيمين. ഈ സാഹിറന്മാരെ അല്ലെങ്കിൽ ഭാവി പറയുന്ന കാഹിനന്മാരെ സമീപിച്ചാൽ സ്വദ്ദഖഹു ഫീമാ യസ്ദുഖു ഫീഹി, ഈ കാഹിനന്മാർ പറയുന്ന എല്ലാ കാര്യവും കളവല്ല, അതിൽ ഒരംശം സത്യമുണ്ട്. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലിഅന്ന സാഹിർ വൽ കാഹിൻ അന്നഹു യുസ്ദിഖു ഫീ കലിമ വയക്ദിബു ഫീ മിയത്ത് കലിമ. അതായത് ഈ ശൈത്താനുമായി കട്ട് കേൾക്കുന്ന ഒരു കലിമ അവർക്ക് കിട്ടും, ആ കലിമയുടെ കൂടെ 100 കലിമ കളവ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവർ സംസാരിക്കുക. അങ്ങനെ സാഹിറന്മാര് പറയുന്ന ആ കലിമയിലെ സത്യമായിട്ടുള്ള കലിമ അവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞെന്താണ്, കുഫ്റുൻ ദൂന കുഫർ. ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന കുഫറല്ല, പക്ഷെ കുഫ്റുൻ ദൂന കുഫർ, ചെറിയ കുഫറാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാം സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, അവരുടെ അഭിപ്രായം അതാണ്, കുഫ്റുൻ ദൂന കുഫർ. അതായത് ഫലൗ സദ്ദഖ്തഹു ഫി ഹാദിൽ കലിമ അല്ലതി സദഖ ഫീഹാ, സാഹിർ പറഞ്ഞ ഹക്കായിട്ടുള്ള സത്യമായിട്ടുള്ള വാക്കാണ് അവൻ വിശ്വസിച്ചതെങ്കിൽ കുഫ്റുൻ ദൂന കുഫർ. طيب وهذا الحديث رواه أبو داود في إسناده مقال أنكره دارقطني رحمه الله. ഈ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ച് പിന്നെ അഭിപ്രായങ്ങളുണ്ട്, അതിന് ഇൻകാർ ചെയ്തിട്ടുണ്ട് ഇമാം ദാറഖുത്നി റഹിമഹുല്ലാ. قال رحمه الله وللأربعة والحاكم وللأربعة والحاكم. അർബഅ അവിടെ ആരാണ് അർബഅ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 4 സുനനിന്റെ ഇമാമിങ്ങളാണ്. ഇമാം അബൂ ദാവൂദ്, വത്തിർമിദി, വന്നസായി, വഇബ്നു മാജ. അബൂ ദാവൂദ്, വത്തിർമിദി, വന്നസായി, വഇബ്നു മാജ. قال وقال صحيح على شرطهما الهما എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അലാ ഷർത്തി ഷെയ്ഖൈൻ അൽ ബുഖാരി വ മുസ്ലിം. സ്വഹീഹുൻ അലാ ഷർത്തി ഷെയ്ഖൈൻ അൽ ഇമാം البخاري ومسلم. عن أبي هريرة رضي الله عنه من أتى عرافا أو كاهنا فصدقه بما يقول فقد كفر بما أنزل على محمد صلى الله عليه وعلى آله وسلم. ولأبي يعلى بسند جيد عن ابن مسعود موقوفا. وهذا السند منقطع. സനദ് മുൻഖത്തിയാണ്, മുറിഞ്ഞ സനദാണ്. لكن يغني عنه غيره وبعضهم يحسن في الشيخ الألباني رحمه الله يحسن هذا الحديث. ഈ ഹദീസിനെ അൽബാനി റഹിമഹുല്ലാ ഹസനാക്കിയിട്ടുണ്ട്. ഇതിന്റെ സനദ് മുൻഖത്തിയാണെങ്കിലും മറ്റ് ഹദീസുകൾ ഇതിനെ പിന്താങ്ങുന്ന ഹദീസുകളാണ്. വനി ഇബ്നു മസ്ഊദിൻ മൗഖൂഫൻ. ഇബ്നു മസ്ഊദിൽ നിന്ന് മൗഖൂഫായി കൊണ്ടാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിയിട്ടില്ല സനദ്, നേരെ മറിച്ച് സഹാബിയിലേക്കാണ് സനദ് എത്തിയിട്ടുള്ളത്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിലേക്ക് എത്തി നിൽക്കുന്ന സനദാണ്. വഇബ്നു മസ്ഊദ് ഇസ്മുഹു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ഇബ്നു ഗാഫിൽ അൽ-ഹുദലി. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ഇബ്നു ഗാഫിൽ അൽ-ഹുദലി മൗഖൂഫുൽ ഹദീസ്. والموقوف لا يقال مثل هذا من جهة الرأي فهو له حكم الرفع. ഇത്തരത്തിലുള്ള ഹദീസുകളെ മൗഖൂഫ് എന്ന് പറഞ്ഞ് നിർത്താൻ നേരെ മറിച്ച് അതിന് റഫിന്റെ ഹുക്കുമാണ്. അതായത് ഇവിടെ ഈ പറഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യാസർ, അതിന് റഫിന്റെ ഹുക്കുമാണ്. അതായത് റസൂലിലേക്ക് എത്തുന്ന ഹദീസുകളുടെ ഹുക്കുമാണ്, മർഫൂആയ ഹദീസിന്റെ ഹുക്കുമാണ് ഇതിന്. കാരണം ഇത്തരത്തിലുള്ള ഒരു കാര്യം ഒരിക്കലും അവരുടെ അഭിപ്രായത്തിൽ നിന്ന് പറയുന്നതല്ല, സഹാബിമാർ അവരുടെ അഭിപ്രായത്തിൽ നിന്ന് പറയുന്നതല്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തുന്ന തരത്തിലുള്ള ഹദീസിന്റെ അതേ ഹുക്കുമാണ് മൗഖൂഫായ ഹദീസിനുള്ളതെന്ന് പറയപ്പെടുന്നു. വല്ലാഹു തആല അലം. ബാക്കി ഇൻഷാല്ലാഹ് അടുത്ത ദിവസം. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.